എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് വെറുതെ കോഴിയെറുക്കാൻ വേണ്ടി പഠിക്കുന്നതല്ല. ഒരു മനുഷ്യൻ ഹാഫിളായി അവൻ ബിസ്മി പറഞ്ഞ് കോഴിയെറുക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ മരിക്കുന്ന വീട്ടിൽ അവൻ ഓതാൻ പഠിച്ചതല്ല. ഈ ഖുർആൻ ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്നതാണ്. മരണശേഷമുള്ള വൃത്താന്തം മാത്രം പറഞ്ഞതല്ല. അൽ ബക്കറ, നാൽക്കാലിയുടെ സ്വഭാവം. നാൽക്കാലികൾ കല്യാണം കഴിക്കാറില്ല. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മ്യൂസിയത്തിന്റെ തെക്കേ കവാടത്തിൽ പോയാൽ ഇപ്പോൾ ഒരു വലിയ പ്രതിമ കാണാം, ദിനോസറിന്റേതാണ്. ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ദിനോസറുകൾ ഇന്ന് ഒരെണ്ണത്തെ പോലും എടുക്കാൻ പറ്റാതെ വംശനാശം സംഭവിച്ചു പോയി. എന്തുകൊണ്ട്? അവർ കൃത്യമായി വിവാഹ കർമ്മത്തിൽ ഏർപ്പെടുകയോ പ്രത്യുൽപാദന കർമ്മം നടക്കാത്തത് കൊണ്ട്. ഒരു കാലം വരെ നിന്നെങ്കിലും കൃത്യമായ ലൈംഗിക ബന്ധത്തിലൂടെ പ്രത്യുൽപാദനം നടക്കാത്തത് കൊണ്ട് ആ വർഗം ലോകത്ത് അവസാനിച്ചു പോയി. അള്ളാഹു പറയുകയാണ്, നാൽക്കാലികൾ കല്യാണം കഴിക്കാറില്ല. അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ ഒരു സിനിമാ പാട്ട് തന്നെ ഉണ്ടായിരുന്നു, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, നാൽക്കാലികൾ വിവാഹം കഴിക്കാറില്ല. അള്ളാഹു ആ സൂറത്തിലൂടെ പറയുകയാണ്, മനുഷ്യ നീ നാൽക്കാലിയെ പോലെയല്ല. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അൽ ബക്കറ, നാൽക്കാലിയെ പോലെ മനുഷ്യനാവരുത്. ആലു ഇമ്രാൻ, ഇമ്രാനിനെ പോലെ നിനക്കൊരു കുടുംബം ഉണ്ടാവണം. നീ വിവാഹം കഴിക്കണം, നീ നിക്കാഹ് കഴിക്കണം. രണ്ടാമത്തെ സൂറത്തിന്റെ പേര് ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. കുടുംബത്തോടെ, മക്കളോടെ, നാൽക്കാലിയെ പോലെ അല്ലാതെ പടച്ച തമ്പുരാന്റെ നിയതമായ വ്യവസ്ഥകളെയും വ്യവസ്ഥിതികളെയും അനുസരിച്ച് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടവനാണ് നീ. അതുകൊണ്ട് രണ്ടാമത്തെ അധ്യായം ആലു ഇമ്രാൻ, കുടുംബം ഉണ്ടാവണം. മൂന്നാമത്തെ അധ്യായം അന്നിസ, പെണ്ണ്, സ്ത്രീ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതലമുണ്ടാകുന്നത് അന്നിസ, സ്ത്രീയിലൂടെയാണ്. നാലാമത്തെ അധ്യായം അൽ മായിദ, ഒരു പെണ്ണ് രാപകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മായിദ, ഭക്ഷണത്തളിക. ആ ഭക്ഷണത്തളികയുടെ ചുറ്റുമിരുന്നിട്ടാണ് ഒരു കുടുംബത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും മുമ്പോട്ട് പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊരു വലിയ പ്രഭാഷണത്തിലോട്ട് കടക്കുകയല്ല. ധാരാളം പണ്ഡിതന്മാർ അണിനിരക്കുന്ന ഈ സദസ്സ്, ഈ പണ്ഡിതന്മാരോട് പറയേണ്ടത് എന്തെന്നറിയാതെ പതറുകയാണ് ഞാൻ. പക്ഷേ ഖുർആനിനെ മുമ്പിൽ നിർത്തിയിട്ട് ഒരു ഗവേഷണത്തിന്റെ ജാലക വിരികളെ നമുക്ക് തുറക്കാൻ കഴിയണം. എത്ര മനോഹരമാണ് അതിന്റെ സൂറത്തുകളെ അല്ലാഹു ചേർത്തു വെച്ചത്. എത്രമേൽ മനോഹരമായി. അഹ്സനൽ ഹദീസ്, ഏറ്റവും മനോഹരമായി. ഇത് പറയാത്തതൊന്നുമില്ല. ആയത്തുകൾ തമ്മിൽ 6666 പരം വരുന്ന ആയത്തുകൾ ഉണ്ടെങ്കിൽ ഓരോ ആയത്തുകളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. എല്ലാം സിബാഖുൽ ആയത്ത് എന്ന് തഫ്സീറിൽ പറയും. ഒരായത്ത് പറഞ്ഞാൽ അതിന്റെ താഴെ പറയുന്ന ആയത്തിന് ബന്ധമുണ്ട്. പരസ്പര വൈരുദ്ധ്യമല്ല, എല്ലാം പരസ്പര പൂരകങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ അധ്യായത്തിന് പേര് വെച്ചത്, അതിന്റെ സൂറത്തുകൾ അടുപ്പിച്ചടുപ്പിച്ചു വെച്ചത്, അതിന്റെ ആയത്തുകളെ ചേർത്ത് വെച്ചത്, ആറ്റം മുതൽ ആഖിറം വരെ, പരമാണു മുതൽ പരലോകം വരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു വലിയ ജാലകത്തെ തുറന്നിടുകയാണ്. 1 മുതൽ എണ്ണാൻ പഠിപ്പിച്ച് 1 മുതൽ 10 വരെ ഈ ഖുർആന്റെ ഓരോ ആയത്തുകൾ, ഓരോ സൂറത്തുകൾ അള്ളാഹു പറയുകയാണ്, നിന്റെ ജനനം മുതൽ മരണം വരെ നാവ് തെളിച്ച്, നാവ് തുറന്ന്, ഈ നാക്ക് കൊണ്ട് നീ സംസാരിക്കാൻ തുടങ്ങുമ്പോ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ അള്ളാഹു തന്നെ മാടി വിളിക്കുകയാണ്. ജിയോഗ്രഫിയിലേക്ക്, ആസ്ട്രോണമിയിലേക്ക്, ബയോളജിയിലേക്ക്, രാഷ്ട്രമീമാംസയിലേക്ക് എന്നു വേണ്ട മനുഷ്യന്റെ മുഴുവൻ ബുദ്ധിജാലകങ്ങളെ മാടി വിളിച്ച അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചപ്പോ ഖുർആൻ നിന്റെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു. ഫദു ഇലാ തആമിൻ വാഹിദിൻ ഫഅർസൽനാ ഇലൈഹിം മുസ്നൈൻ ഫഅസ്സജ്നാ ബിസാലിസ് ഫഖുദ് അർബഅത മിന അത്വൈർ സയഖൂലൂന ഖംസത്തുൻ അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫി സിത്തത്തി അയ്യാം അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ ഥമാനിയത അസ്വാദിൻ വകാന ബിൽ മദീനത്തി തിസ്അതു റഹത്തിൻ തിൽക അശറത്തുൻ കാമില. 1 മുതൽ 10 വരെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയണ മനസ്സിലാവുന്നില്ലേ? സമയം വളരെ കുറവായതുകൊണ്ട് വളരെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപ്രേക്ഷ്യത്തിന്റെ പ്രതലം അവതരിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഖുർആൻ നമ്മളോട് പറയാൻ, ഫദു ഇലാ 1 മുതൽ 10 വരെ നിങ്ങൾ എന്റെ കൂടെ എണ്ണു. ഫദു ഇലാ തആമിൻ വാഹിദ്, വാഹിദ് 1. സൂറത്ത് യാസീൻ ഫഅർസൽനാ ഇലൈഹിം മുസ്നൈൻ, ഇസ്നൈൻ 2, സയഖൂലൂന സലാസത്തുൻ 3, ഫഖുദ് അർബഅത മിന അത്വൈർ. സൂറത്തുൽ ബഖറ 4,
സയഖൂലൂന ഖംസത്തുൻ സൂറത്തുൽ കഹ്ഫ് ഖംസത്തുൻ 5 അല്ലദീ ഖലഖ സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം 6 അല്ലദീ ഖലഖ സബഅ സമാവാതിൻ ദിബാക സൂറത്തു നൂഹ് 7 ثمانية أزواج 8 وكان في المدينة 9 رهط 9 تلك 10 كاملة 10 ആരാണ് നിന്നെ നേരെ കൂടെ നടന്നത്? എന്നിൽ പഠിപ്പിക്കാൻ നിന്നെ പഠിപ്പിക്കുന്ന ഖുർആനിനെ ഞാൻ പറയുന്നത് അലമാരകളിൽ വലിച്ചു വെക്കാനുള്ളതല്ല ഈ ഖുർആൻ എന്ന് ലോകത്തോട് പറയാൻ നമുക്ക് കഴിയണം. തീർന്നില്ല. ഇന്നി റഅയ്തു അഹദ അശറ കൗകബ 11 ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാ 12 വവഅദിന മൂസ 30 ലൈല ഫഅത്മംനാഹ ബിഅശരിൻ വതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല 30 40 തീർന്നില്ല സഹോദരങ്ങളെ. എന്റെ വിദ്യാർത്ഥികളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഹിസ്റ്ററി പഠിക്കുന്നവരോട്, നിങ്ങളൊരു രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യമായി രാജ്യത്തെ നിങ്ങൾ അളക്കുന്നത് എങ്ങനെയാണ്? ഉദാഹരണത്തിന് ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നു, വിസ്തീർണം ഇത്ര. രണ്ടാമത്തേത് ജനസംഖ്യ, പോപ്പുലേഷൻ. ഒരു രാജ്യത്തെ ചൈനയുടെ പോപ്പുലേഷൻ, ഇന്ത്യയുടെ പോപ്പുലേഷൻ, ഒരു രാജ്യത്തെ അറിയാനുള്ള മാനദണ്ഡം പോപ്പുലേഷൻ ആണെങ്കിൽ ആ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ പരിചയപ്പെടുത്തണമെന്ന് ലോകത്തോട് പറഞ്ഞത് ആരാണ്? ആ പറഞ്ഞതാണ് ഞാൻ യൂനുസ് നബിയെ നീനവയിലേക്ക് പറഞ്ഞു വിട്ടു. നീനവയിലെ ജനസംഖ്യ പോപ്പുലേഷൻ 100,000 ഞാൻ പറയുന്നത്, ഞാനൊരു എൻസൈക്ലോപീഡിയയുടെ വിജ്ഞാനവാതിലിനെ തുറക്കുകയല്ല. ഞാൻ എന്റെ ചിതറിയ ചിന്തകളെ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ ഖുർആനിനെ മാറ്റിവെച്ചത്? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ജീവിതത്തിന്റെ വെളിച്ചത്തിന്റെ വാതിൽ തുറന്ന ഈ ഖുർആനിനെ ഏത് സ്ഥാനത്തിലാണ് നിങ്ങൾ അകറ്റി നിർത്തിയത്? പോപ്പുലേഷനെ പറഞ്ഞ വിശുദ്ധ ഖുർആൻ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു നാടകമുണ്ടായിരുന്നു. ആ നാടകത്തിൽ KPSCയുടെ ഒരു നാടകമുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കണ്ട നാടകമാണത്. കണ്ടിട്ടില്ല നിങ്ങള് KPSCയുടെ നാറാണത്ത് ഭ്രാന്തൻ? നിങ്ങളാരും കണ്ടിട്ടില്ല? മുത്തക്കിങ്ങള് നാറാണത്ത് ഭ്രാന്തൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടക കൂട്ടായ്മയായിരുന്ന KPSCയുടെ മനോഹരമായ ഒരു കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. നാറാണത്ത് ഭ്രാന്തൻ ഇന്നും സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ കഥാപാത്രമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ പാറക്കല്ല് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റി വൈകുന്നേരമാകുമ്പോൾ ആ കല്ലിനെ താഴോട്ട് ഉരുട്ടിവിടുന്ന നാറാണത്ത് ഭ്രാന്തൻ. ആ ഭ്രാന്തനാണ് വലിയ ഒരു സാഹിത്യ കഥാപാത്രമെങ്കിൽ എന്റെ ഹാഫിളീങ്ങളെ നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ബഹുമാനപ്പെട്ട ലത്തീഫ് ഉസ്താദിന്റെ അടുക്കൽ ഓതി തീർത്ത വിശുദ്ധമായ ഖുർആനിൽ റുബമാ ജുസ് എത്തുമ്പോ അതിന്റെ അവസാനത്തിൽ ഒരു ആയത്തുണ്ട്. എന്തെന്നറിയുമോ? വലാ തകൂനു കല്ലതീന ഖലത ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാഫ. വലാ തകൂനു, നിങ്ങളാവരുത്. ഇവിടെ ശ്രദ്ധിച്ചേക്കീൻ. വലാ തകൂനു കല്ലതീന ഖലത ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാഫ. നിങ്ങൾ ഒരു പെണ്ണിനെ പോലെ ആവരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ഇങ്ങനെ കറക്കിയിട്ട് വൈകുന്നേരമാകുമ്പോൾ അതിനെ തിരിച്ചു ചുറ്റിയിട്ട് അഴിച്ചു കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറയുമ്പോ അതിൽ നിന്നാണ് നാറാണത്ത് ഭ്രാന്തൻ എന്ന് പോലും ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? ജയറാനയിലെ പെണ്ണിനെ കുറിച്ച് ഉംറയ്ക്ക് പോകുമ്പോ ജയറാനയിൽ പോവാറുണ്ട്. ആ ജയറാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. നാറാണത്ത് ഭ്രാന്തനെ പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വലാ തകൂനു കല്ലതീന ഖലത ഗസ്ലഹാ, നിങ്ങൾ ആ പെണ്ണിനെ പോലെ ആവരുത്. ചിന്തിക്ക് സഹോദര. നാടകത്തിൽ, റൊമാന്റിക് ഭാവനയിൽ, സംസ്കാരത്തിൽ, ഈ സാഹിത്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ നേതാവായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം മരിച്ചു കഴിയുമ്പോ ഡോക്ടർ എം ലീലാവതി അദ്ദേഹത്തെ കുറിച്ചൊരു ആർട്ട് എഴുതുന്നുണ്ട് മലയാള മനോരമയിൽ. അതിലവർ പറയുന്നു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വാക്ക് വൈക്കം പറയുന്നുണ്ട്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യമാണ്. എവിടെ നിന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് സാഹിത്യം കിട്ടിയത്? നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമാണ്. വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വെളിച്ചത്തെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറയുന്ന ഈ മനോഹരമായ ഒരു കാര്യത്തെ, നിങ്ങൾക്ക് സീരിയൽ ഇഷ്ടമാണോ? നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണോ? നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധ ആസ്വാദനവും നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമ്മുടെയൊക്കെ പഴയ കാലത്ത്
എന്റെ ജോലി അവസാനിക്കാൻ. എന്റെ ടൈം എന്ന് പറഞ്ഞേക്കണേ, അതിന്റെ ഉള്ളിൽ നിർത്തും. ഇനി എത്ര ടൈം കൂടി? 10 മിനിറ്റ്. അതിന്റെ ഉള്ളിൽ അവസാനിക്കും. നമ്മളൊക്കെ പണ്ട് കാലത്ത് രാമായണവും മഹാഭാരതവും സീരിയൽ കാണാൻ പോവാറുണ്ട്. അവിടെ ഞാനൊക്കെ പോയിട്ടുണ്ട്. എന്റെ കൊച്ചുകാലത്ത് ഞാനൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് രാമായണവും മഹാഭാരതവും ദൂരദർശനിൽ പ്രക്ഷേപണം ചെയ്യുക. അന്ന് 9 മണിക്ക് പോയി അതും കാത്തിരിക്കുന്നത് പെരുന്നാളിന് പിറ കാണുന്ന മാതിരിയാണ്. ദൂരദർശന്റെ ആ സൗണ്ടോട് കൂടി വരുമ്പോ ആ സമയത്ത് മഹാഭാരതത്തിൽ ഒരു വലിയ കഥ കണ്ടിട്ട് നമ്മളൊക്കെ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. കൗരവർ ഉണ്ടാക്കിയ മനോഹരമായ കൊട്ടാരത്തിലോട്ട് കടന്നു ചെല്ലുന്ന പാണ്ഡവരുണ്ടാക്കിയ മനോഹരമായ കൊട്ടാരത്തിലേക്ക് കൗരവർ പോകുമ്പോ ആ കൊട്ടാരത്തിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു വലിയ അരുവി ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. അരുവിയുടെ മുമ്പിലെത്തുമ്പോ കൗരവർ ദുര്യോധനനും ദുശാസനനും ഒക്കെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മക്കൾക്ക് ദൂ ചേർത്ത് പേരിടേണ്ടി വന്ന ഒരേ ഒരു ഗതികേടിന്റെ പിതാവ് ധൃതരാഷ്ട്രനാണ്. ദുസ്വഭാവം ദുര്യോധനൻ ദുശാസനൻ അവരാ കൊട്ടാരത്തിലോട്ട് കയറുന്ന സമയത്ത് ഈ അരുവി കാണുമ്പോ അവരുടെ വസ്ത്രാഞ്ചലങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അരുവിയിലോട്ട് കാലി ചവിട്ടാൻ പോകുമ്പോ അപ്പുറത്തിരുന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അത് അരുവിയല്ല, അരുവിയുടെ മുകളിൽ ഒരു സ്ഫടികമുണ്ട്, അത് നിങ്ങൾ അരുവിയായി കരുതിയതാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾക്കറിയുമോ സൂറത്തുൻ നംലിൽ ബൽക്കീസ് രാജി സുലൈമാൻ നബിയുടെ കൊട്ടാരം കാണാൻ പോകുമ്പോ ആ കാണുന്ന സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ തടം തല്ലിയാത്തൊടുക്കുന്ന അരുവിയുടെ മുമ്പിലെത്തിയ ബൽക്കീസ് രാജ്ഞി അതൊരു തിരമാലയാണ്, ഓളമാണെന്ന് കരുതി തന്റെ കാലിന്റെ ഭാഗത്ത് നീ ഈ വസ്ത്രം അങ്ങനെ വെക്കുമ്പോ അപ്പുറത്തുനിന്ന് സുലൈമാൻ നബി പറയുന്നുണ്ട്, ഇന്നഹു സർഹു മുമറദും മിൻ ഖവാരീർ, അത് അതിന്റെ മുകളിൽ സ്ഫടികമാണെന്ന്. എവിടെന്നാണ് ഉമ്മത്തെ കടൽ കടന്നു വന്ന വിദേശ സംസ്കാരങ്ങളെയും ഈ സ്കലിതങ്ങളെയും നമ്മൾ ചേർത്ത് പിടിച്ച് അത്ഭുതമാണെന്ന് പറയുകയും അത് ലോകത്തിനു മുമ്പ് നമ്മളോട് പറഞ്ഞു തന്ന വിശുദ്ധമായ സൂറത്ത് നംലിന്റെ ചരിത്രങ്ങൾ, ബൽക്കീസ് രാജ്ഞിയുടെ ചരിത്രങ്ങൾ എന്തുകൊണ്ട് നമുക്ക് കെട്ടുകഥയായിട്ട് തോന്നുന്നു? സൂറത്ത് നംലിൽ വലിയ അത്ഭുതമുണ്ട്. ചോദിക്കുന്നുണ്ട് സുലൈമാൻ നബി, അയ്യുക്കും യഅ്തീനി ബി അർശിഹ, മാസക്കണക്കിന് ദൂരം വഴിദൂരമുള്ള ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനത്തിലെ ആ കൊട്ടാരത്തിലെ സിംഹാസനം ആരാണ് എനിക്ക് കൊണ്ടുവന്നു തരിക? ആ സമയത്താണ് കാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക. ഇഫ്രീത്ത് എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, അന ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വിശുദ്ധമായ ആ കൊട്ടാരം ഞാൻ കൊണ്ടുവന്ന് കൊട്ടാരത്തിലെ കട്ടിൽ കൊണ്ടുവന്ന് തരാം. അപ്പോഴാണ് ആസിഫ് ഇബ്നു ബറഖയെ എഴുന്നേറ്റ് എന്ന് പറയുന്നത്. ഒരൽപ്പം 10 മിനിറ്റ് മാത്രം അനുവദിക്കപ്പെട്ട ഒരു ചെറിയ ഹുസ്വ പ്രഭാഷണത്തിൽ പരിമിതപ്പെടുത്താൻ പറയുന്ന ഒരു വാക്കുകൾക്കുള്ളിൽ വെച്ച് ഞാൻ പറയുകയാണ്, അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തറുഫുക, അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവന്ന് തരാം. ഖബല അൻ യർതദ്ദ ഇലൈക തറുഫുക, കണ്ണടച്ച് ചിമ്മണമെങ്കിൽ എത്ര സെക്കൻഡ് വേണം? കണ്ണടച്ചൊന്ന് ചിമ്മി തുറക്കണമെങ്കിൽ എത്ര സെക്കൻഡ് വേണം? 1 സെക്കൻഡ്. ഖബല അൻ യർതദ്ദ ഇലൈക തറുഫുക, 1 സെക്കൻഡിന് മുമ്പ്, അതായത് അര സെക്കൻഡ് മുമ്പ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം പറയുന്നത് 2020കളുടെ തുടക്കത്തിലാണ്. ഈ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ സദസ്സിൽ പറയുന്നത് BC 1050ലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും മനോഹരമായ ഏറ്റവും സുന്ദരമായ ആ മനോഹരമായ ഒരു ഭാഷയെ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. ആളുകളുടെ ഹൃദയത്തിലോട്ട് തുളച്ചു കയറുന്ന, ആളുകളെ മുഴുവനും തന്റെ ആവരണത്തിലോട്ട് കൊണ്ടുവരുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശുദ്ധ ഖുർആന്റെ മനോഹരമായ പദാവലി കൈബാലയത്തിന് മുമ്പിൽ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഖുർആനിനെ ആ മധുരോദാരമായ ശബ്ദം കേട്ട് ഖുർആനിൽ ആകട്ടരാക്കിയപ്പോഴാണ് വലീദ് ബിൻ റബീഅയോട് മക്കക്കാര് പറഞ്ഞത്, വലീദേ, നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, എന്ത് വേണമെങ്കിലും നീ പാരായണം ചെയ്തോളൂ, പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യരുത്. വലീദ് ബിൻ റബീഅ ആളുകളെ തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ആളുകളെ നമ്മളൊക്കെ പറയുന്നത് പോലെ നല്ല സോപ്പിട്ട് സംസാരിച്ച് താൻ പറയുന്നതിലേക്ക് ആളുകളെ വശീകരിക്കാൻ കഴിയുന്ന സംസാരത്തിൽ മാസ്മരികതയുള്ള ആളാണ് വലീദ് ബിൻ റബീഅ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വലീദ് ബിൻ റബീഅ
ഹബീബിന്റെ അടുക്കൽ പോകുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ ഞാനും നീയും കുടുംബ ബന്ധുക്കളാണ്, നമ്മൾ തമ്മിൽ മാസങ്ങളായുള്ള ബന്ധങ്ങളാണ്, നമ്മുടെ ബന്ധങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന സമൂഹത്തിൽ വിഘാതമുണ്ടാക്കുന്നതൊന്നും മുഹമ്മദ് നീ ചെയ്യരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളെ തന്റെ മാസ്മരീകമായ സംസാരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അവസാനം വലീദ് ബിൻ റബിയ തന്റെ ഇരു കൈകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു തോളിലേക്ക് വെച്ച് വലീദ് ബിൻ റബിയ പറഞ്ഞു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നോട് ഞാൻ ഒരേ ഒരു കാര്യം പറയുകയാണ്. ഹബീബ് വലീദിന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയപ്പോ, നീ എന്ത് വേണമെങ്കിലും പാരായണം ചെയ്തോളൂ, പക്ഷേ വിശുദ്ധമായ ഖുർആനിനെ നാവ് കൊണ്ട് നീ ഓതിപ്പോകരുത് എന്ന് ഹബീബായ നബി തങ്ങളോട് പറയുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലീദ് ബിൻ റബിയയുടെ മുഖത്ത് നോക്കിയിട്ട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നുണ്ട്, ഫഅമ്മാദും ഫസ്തക്ബറു ഫിൽ അർളി ബിഗൈരിൽ ഹഖ് ഫഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വ അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിന്നാ ഖുവ്വ ഫഅമ്മാ സമൂദ് ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ. ആദ് സമൂഹം അഹങ്കാരികളായിരുന്നു. അല്ലാഹുവിനോട് അവർ അഹങ്കാരം കാണിച്ചപ്പോ ഭൂമിയുടെ പുറംതൊലിയിൽ നിന്ന് ഞാൻ അവരെ തകർത്ത് കളഞ്ഞു. സമൂദ് ഗോത്രത്തിന് വെളിച്ചം കൊടുത്തിട്ട് അവർ ഇരുട്ടിനെ പ്രണയിച്ചവരാണ്. ആകാശ ലോകത്തു നിന്ന് ഒരു വെള്ളിടി മുഴങ്ങിയപ്പോ ആ സമൂഹം ഈ ലോകത്ത് നിന്ന് തളർന്ന് തരിപ്പണമായി പോയെന്ന ആദ് സമൂദ് ഗോത്രത്തിന്റെ ഗതകാല സമൂഹത്തിന്റെ പതനകഥ പറഞ്ഞപ്പോ വലീദ് ബിൻ റബിയ പേടിച്ചരണ്ടുപോയി, കൈകാലുകളെ വിറച്ചുപോയി. ഹബീബായ നബി തങ്ങളുടെ കൈ തട്ടി മാറ്റിയിട്ട് വലീദ് ബിൻ റബിയ മക്കക്കാരുടെ അടുക്കലേക്ക് ഓടവേ അബൂജഹൽ ചോദിക്കുന്നുണ്ട്, വലീദേ എന്ത് പറ്റിപ്പോയി? മുഹമ്മദ് അത് സമ്മതിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഹബീബായ നബി തങ്ങളോട് വലീദ് ബിൻ റബിയ പറയുന്നൊരു വാക്കുണ്ട്, അബൂജഹലേ, ഉത്തുബത്തെ, ഇനി ഒരിക്കലും നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ഓതരുതെന്ന് പറഞ്ഞപ്പോ ആ മുഹമ്മദ് എന്നോട് ചില വാക്യങ്ങൾ ഓതി കേൾപ്പിച്ചു. വല്ലാഹി ഇന്നഹു ലഹലാവ ഇന്നഹു ലതലാവ ഇന്നഹു യഅലാ ലാ യുഅലാ. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹലാവ, ആ ഖുർആനിന് എന്തോരു മാധുര്യമാണ്. വഇന്നഹു ലതലാവ, എന്തോരു ഒഴുക്കാണ് അതിൻ്റെത്. ഇന്നഹു യഅലാ ലാ യുഅലാ, അതിനെ ജയിക്കാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല. പരാജയപ്പെടുത്താൻ കാലത്തിന്റെ വക്താക്കൾക്ക് കഴിയാത്ത മഹാഗ്രന്ഥത്തെ മനഃപ്പാഠമാക്കിയവരെ, ആകാശ ലോകത്തിന് അനുഗ്രഹങ്ങളെ ചേർത്തുവെച്ചവരെ, മദീനയിലെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊച്ചു കുടിൽ ലക്ഷ്യമാക്കി ഹബീബായ നബി തങ്ങൾ വരുന്നുണ്ട്. ഉബയ്യേ, അല്ലാഹുവിന്റെ ആജ്ഞ വന്നിട്ടുണ്ട് നിന്റെ മുമ്പിൽ വന്ന് സൂറത്തുൽ ബയ്യിന പാരായണം ചെയ്യാൻ. ഉബയ്യ് ഇബ്നു കഅബിന്റെ കുടിലിലേക്ക് വിരുന്നുവന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സനദ് സമ്മേളനം ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. യാ റസൂലല്ലാഹ്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങയുടെ മുമ്പിലല്ലയോ? എന്റെ കുടിലിൽ വന്നിട്ട് എന്നെ മുമ്പിലിരുത്തി എനിക്ക് ഖുർആൻ ഓതിത്തരാൻ അല്ലാഹു പറയുകയോ? അതെ ഉബയ്യേ, ആകാശ ലോകത്തു നിന്ന് വഹി വന്ന് നിന്റെ കുടിലിൽ വന്ന് പാരായണം ചെയ്യാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പാരായണം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫഖീന ഹത്താ തഅതിയഹുൽ ബയ്യിന. സൂറത്തുൽ ബയ്യിന ഓതി അവസാനിക്കുമ്പോ മദീനയിലെ കൊച്ചു കുടിലിൽ ഇരുന്നിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിശ്വസനീയതയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അസമ്മാനി റബ്ബി ഫിസ്സമാ. ആകാശ ലോകത്ത് വെച്ച് അല്ലാഹു ഉബയ്യിന്റെ പേര് പറഞ്ഞു. അസമ്മാനി റബ്ബി ഫിസ്സമാ, ആകാശ ലോകത്തിന്റെ പേരുകളെ പറഞ്ഞു വെച്ചുവോ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു
സഹാബാക്കളിലെ ഏറ്റവും നല്ല ഖാരിഅൻ. സഹാബാക്കളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ വിശാരദന്മാരുണ്ട്. വഅഫ്റലുഹും സയ്യിദ് ഇബ്നു സാബിത്ത്, വഅഖറഹും ഉബയ്യ് ഇബ്നു കഅബ്, വഅലമുഹും ബൈനൽ ഹലാലി വൽ ഹറാം മുആദ് ഇബ്നു ജബൽ. സഹാബാക്കളിലെ ഏറ്റവും പ്രശസ്തനായ ഖാരി വഅഖറഹും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഈ 40 ഹാഫിളുകൾ, ഹാഫിളത്തുകൾ, ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ വീട്ടിലെ കുടിലുകൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടിലാകും. മദീനത്തെ പള്ളിയിൽ ആകാശത്ത് നിന്ന് വന്ന വഹിയുമായി ഉബയ്യ് ഇബ്നു കഅബ് എന്ന ഏറ്റവും നല്ല ഖാരിഇന്റെ വീട്ടിൽ പോയിരുന്ന് ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ ഓകുന്നുണ്ട്. ഒരു ഹാഫിൾ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ മുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്ക് നിങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചു കൊടുത്ത് അവരെ മനഃപ്പാടമാക്കി സനത് വാങ്ങി ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, ഉമ്മമാരെ, നിങ്ങളുടെ വീട് സാധാരണ വീടല്ല, അത് ഉബയ്യ് ഇബ്നു കഅബിന്റെ വീടാണ്. അവർ സാധാരണക്കാരല്ല. അസമ്മാനി റബ്ബി ബിസ്സമാ, ആകാശലോകത്തെ പേരുകൾ രേഖപ്പെടുത്തുന്ന അപൂർവം ചില ഭാഗ്യശാലികൾ അവരെ ഹാഫിളുകളാണ്. ഇവിടെ വന്ന് സനത് വാങ്ങിച്ചു നോക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, ഇതേപോലെ പാരിതോഷികം നാളെ പരലോകത്ത് പടച്ചതമ്പുരാൻ ഈ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരാദരവിന്റെ ദിവസമുണ്ട്. ഇന്നീ വാങ്ങിച്ചവര് പോകുമ്പോ ഞാൻ ഇങ്ങനെ ആ ചിത്രത്തെ മനസ്സിൽ കാണുകയായിരുന്നു. പടച്ചവനെ, നാളെ രത്നഖചിത സിംഹാസനത്തിൽ രൂഢരായിരിക്കുമ്പോ സുന്ദരമായൊരു തലപ്പാവ് തലയിലണിപ്പിക്കുമ്പോ എന്തിനാണ് ഞങ്ങളെ ഇത് അണിയിക്കുന്നതെന്ന് മാതാപിതാക്കൾ ചോദിക്കവേ, നിങ്ങൾ ഹാഫിളുകളുടെ മാതാപിതാക്കളാണ് എന്ന് ആകാശലോകത്തിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്ന മനോഹരമായൊരു ബഹുമതി കിട്ടുന്ന ഒരു വലിയ ആഘോഷമുണ്ട്. ഇന്ന് ഇവര് വാങ്ങിച്ചെങ്കിൽ ഭൂമിയിലും ആകാശത്തിലും ഒരേപോലെ ആദരവ് കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്നദ്ധദാന സമ്മേളനമാണ്. ഡോക്ടറേറ്റ് ആണെങ്കിൽ ഇവിടെ മാത്രം, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇവിടെ മാത്രം. പക്ഷേ ഇതുപോലൊരു സന്നദ്ധ സമ്മേളനം അവിടെയും നടക്കും. ഈ മണ്ണിലും വിണ്ണിലും സമാനമായ ചടങ്ങുകൾ ഒരേപോലെ നടക്കുകയും തൊട്ടവരും സ്പർശിച്ചവരും സഹായിച്ചവരും കൂടെ നിന്നവരും ഒക്കെ ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ മഹാ പാരിതോഷികമുണ്ടെങ്കിൽ അത് ഖുർആനാണ്. സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതോടൊപ്പം തന്നെ വളരെ മെലിഞ്ഞ ആളുമാണ്, വളരെ നാണമുള്ള ഒരാളുമാണ്. ഞാൻ നിങ്ങളോട് വളരെ മനോഹരമായിട്ടൊരു കാര്യം പറയട്ടെ. ഈ വന്ന മുഴുവൻ ആളുകളോടും ഹാഫിളാവാൻ കഴിഞ്ഞില്ല, നന്നായി ഓതി പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹാഫിളുകളുടെ മുഹിബ്ബീങ്ങളാവുക, ഖുർആന്റെ ഖാദിമീങ്ങളാവുക. നമുക്ക് ലോകത്ത് വേറെ യാതൊരുവിധ ബഹുമതിയും വേണ്ട. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ്. അതോടൊപ്പം തന്നെ തീർത്തും മെലിഞ്ഞ ആളാണ്, വലിയ ലജ്ജയുള്ള ആളുമാണ്. എപ്പോഴും ഇങ്ങനെ കൂനിക്കൂടി അദ്ദേഹം ഏറ്റവും അവസാനം തന്റെ ശരീരം വളരെ ദുർബലമാണ്, അതാരും കാണാതിരിക്കാൻ ഒരു ചെറിയ മേൽമുണ്ട് ഇങ്ങനെ പുതച്ച് നടക്കാറുള്ളൂ. അദ്ദേഹത്തിന്റെ ശരീരം ആരും കണ്ടിട്ടില്ല. ഒരു ദിവസം ഹബീബായ നബി തങ്ങളുടെ സദസ്സിലിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അല്പം മാറി. അദ്ദേഹത്തിന്റെ കാല് കണ്ടു. ഇത് കണ്ട് സഹാബാക്കൾ ഊറിച്ചിരിച്ചു. കാരണം കാടപ്പക്ഷിയുടെ കാലിനേക്കാൾ മെലിഞ്ഞ ഒരു കാലുമായി ഹബീബിന്റെ ചെരുപ്പും പിടിച്ചു നടന്ന സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ കാല് കാടപ്പക്ഷിയുടെ കാലിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് കണ്ട് സഹാബാക്കൾ ഊറിച്ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു. സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, എന്റെ ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ ചെറുപ്പം കണ്ടിട്ടാണോ നിങ്ങൾ എന്റെ ഇബ്നു മസ്ഊദിനെ കളിയാക്കി ചിരിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ചെറിയ കാൽ വലഹുമാ ഫിൽ മീസാനി അസ്കലു മിൻ ഉഹദ്, എന്റെ ഇബ്നു മസ്ഊദിന്റെ കാലുകൾക്ക് നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ ഉഹദ് പർവ്വതത്തെക്കാൾ ഭാരമുണ്ട്. ഒരു കാടപ്പക്ഷിയുടെ കാലിന്റെ വലിപ്പം പോലും ഇല്ലാത്തൊരു കാലിന് നാളെ പരലോകത്ത് ഉഹദ് പർവ്വതത്തെക്കാൾ ഇതിന് ഭാരമുണ്ടെന്ന് പറയവേ സഹാബത്ത് ചോദിച്ചു, എന്തുകൊണ്ട്? നിങ്ങൾക്കറിയോ എന്റെ ഇബ്നു മസ്ഊദിന്റെ കാൽ എങ്ങനെയാണ് ചെറുതായതെന്ന്? സൂറത്തുർ റഹ്മാൻ അവതരിപ്പിക്കപ്പെട്ടു. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ആയത്ത് കേട്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ഈ സൂറത്തൊന്ന് കഅബയുടെ മുകളിൽ കയറി ഓതിക്കോട്ടെ, എന്ത് രസമാണ് ഇത് കേൾക്കാൻ. ഹബീബായ നബി തങ്ങൾ അനുമതി നൽകി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറി അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഓതുമ്പോൾ മക്കക്കാർ ഓടിച്ചെന്ന് ഈ മുകളിൽ നിൽക്കുന്ന ഇബ്നു മസ്ഊദിനെ തങ്ങളുടെ വില്ലുകൾ കണ്ട കാലിൽ ആഞ്ഞടിച്ചു. അദ്ദേഹത്തിന്റെ മാസം കാലിൽ നിന്ന് പറിഞ്ഞ് വെളിയിലേക്ക് വീണു. രക്തം തടം തല്ലിയാ തുടങ്ങി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് ഈ കഅബയുടെ മത്താഫിലേക്ക് വീണു. അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാന്റെ രക്തം കാല് പൊട്ടിയിട്ട് തടം തല്ലിയാ തുടങ്ങി. ഇന്നത്തെ മക്കാമ ഇബ്രാഹിം നിൽക്കുന്നതിന്റെ പുറകിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീഴുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, സഹാബ, ഖുർആൻ ഓതിയതിന്റെ പേരിൽ മാംസങ്ങൾ പൊളിഞ്ഞുപോയി ദുർബലമായ കാലാണ് എന്റെ ഇബ്നു മസ്ഊദിന്റേത്. ഈ കാലിന് നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ ഉഹദ് പർവ്വതത്തെക്കാൾ ഭാരമുണ്ടാകും. സഹോദരങ്ങളെ, നമ്മൾ ഹാഫിളായില്ല, നമുക്ക് ആവാൻ കഴിഞ്ഞില്ല. ഹാഫിളീങ്ങളെ സ്നേഹിക്കീൻ, ഹാഫിളീങ്ങൾക്ക് വേണ്ടി ഓടി നടക്കീൻ. നിങ്ങളുടെ ശരീരം എത്ര ദുർബലമെങ്കിലും, നിങ്ങൾ എത്ര വലിയ രോഗികളെങ്കിലും, നമുക്കൊരു പദവിയും വേണ്ട, ഒരു പ്രതാപവും വേണ്ട, ഒരു മേൽവിലാസവും വേണ്ട. ഈ ശരീരം ഖുർആനിന് വേണ്ടി ചെലവഴിച്ച ശരീരമാണെങ്കിൽ, ഈ ശരീരം മെലിഞ്ഞത് ഖുർആന് വേണ്ടി ഓടിയിട്ടാണെങ്കിൽ, ഈ കൈകൾ ദുർബലമായത് ഖുർആന് വേണ്ടി ഓടിയിട്ടാണെങ്കിൽ, തീർച്ചയായും മീസാൻ എന്ന ത്രാസിൽ അതിന് ഉഹദ് പർവ്വതത്തെക്കാൾ പ്രായമുണ്ടാകും.